ഇരിക്കുന്നത്. നിന്റെ കഴിവ് കൊണ്ടല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. അഖിൽമാരാറ് സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കോ, നമുക്ക് ഇനി ഒന്ന് കാണാം. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് ചെരക്കാൻ. ഇത് വാശീന്റെ ഇത് എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞാൻ കാരണം ഈ ബോംബെ നഗരത്തിൽ എന്റെ അഡ്രസ്സിന് പിൻകോഡ് ഇല്ലെങ്കിലും പോസ്റ്റ് വരാറുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അത്രയ്ക്ക് ഫേമസ് ആണ്. ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അവന്റെ പേരുച്ചരിച്ചതായി കേട്ടിട്ടുണ്ടോ? ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനുമോൾ. പോസ്റ്റ് വരുന്നത് ലെറ്ററിലെ അഡ്രസ് നോക്കിയല്ല, അഡ്രസ്സിലെ ലാൻഡ്മാർക്ക് നോക്കിയാണ്. 4 பார்த்து பதவியை பார்த்து மோதுற அல்ல சார். ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. മികച്ച ആളായതുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. നിന്റെ കഴിവ് കൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. സൂര്യൻ പോകാൻ അസ്തമിക്കാൻ സമയമായി. അപ്പോഴാണ് നിന്റെ പ്രാർത്ഥന. അഖിൽമാരാറ് സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കോ, നമുക്ക് ഇനി ഒന്ന് കാണാം. എന്താടാ എല്ലാത്തിനെയും തൊണ്ടടഞ്ഞു? എനിക്ക് സംസാരിക്കാൻ വേണ്ട 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 വേണ്ട, നീ സംസാരിക്കണം. നീ ഇപ്പോഴും അതിന്റെ രോമാഞ്ചം വിട്ടു മാറിയിട്ടില്ല. എന്താണ് അവിടെ കണ്ടത്? സത്യം സാർ, കോരി കോരി തരിച്ചു പോയി. അല്ല, ഇവളെ കൂടെയൊക്കെ നിന്നാ ഇവള് ഫ്രണ്ട്ഷിപ്പ് വരെ കോംബോ ആക്കി പുറത്തു വിടാൻ നിൽക്കുകയായിരിക്കും. ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് സീരിയൽ അഭിനയിക്കുന്നുണ്ടോ? അഭിനയിക്കുമോ? സിനിമ മാത്രമേ ഉള്ളൂ അല്ലേ? இப்போது ஏதாவது சொல்லணுமா? ഇനി നിനക്ക് എന്തൊക്കെ സന്നാഹങ്ങൾ കാണണോടാ? കാണാ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ ഒന്നും ഞാൻ പറയാം. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ നൂറക്കെല്ലാം അറിയാം, നൂറക്കെല്ലാം അറിയാം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. For the Best Actress Award, പത്മശ്രീ. ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ
ഇറങ്ങിപ്പോവാൻ തോന്നുക. എനിക്ക് വയ്യ. അതൊക്കെ ഞാൻ സീരിയൽ അഭിനയിച്ച് ഞാൻ പൊക്കോണ്ടിരുന്നു. എന്റെ കുടുംബം നോക്കി. നീ എന്നോടാ പറഞ്ഞത് നുണച്ചി. നീ എന്നോടാ പറഞ്ഞത് നുണച്ചി പാറു. നീ എന്നോടാ മോളെ പറഞ്ഞത്. വല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തോറ്റു പോവില്ല. തോറ്റുപോകാൻ സമ്മതിക്കത്തുമില്ല. അനുഭൂതിയില്ല, വിശ്വാസതല്ല, സത്യസന്ധതല്ല, നിലപാടില്ല, എല്ലാത്തിനും 0-10% 0 ഫുൾ 0. അത് താനല്ല തീരുമാനിക്കാം. ഇങ്ങനെയല്ലേ സ്നേഹിച്ചവരെന്നെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നുന്നു. പക്ഷെ മാക്സിമം എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. കരയരുത് കേട്ടോ. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ അപ്പൊ വന്താൻ തലവരവ അനിമോളെ പോലെ ഗെയിം കളിക്കാൻ അറിയപ്പെടുത്ത ഒരു ടാസ്കിൽ പോലും വിജയിക്കാത്ത എന്റെ തൊട്ട അരിയത്ത് പോലും നിൽക്കാത്ത അവക്ക് ഞാൻ ആ പവർ ഞാൻ കൊടുക്കില്ല. ഉറപ്പിക്കാമോ? ഞാൻ അന്ന് അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് ഉണ്ടായിരുന്നത് ആ ദിവസമാണ് ഈ ദിവസം. അത്രേ ഉള്ളൂ. ഞാൻ പോവും. വേറെ ആളെ കണ്ടിട്ട് നിൽക്കരുത്. ഒരാളെ കണ്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് നിന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വേറൊരാൾ വന്ന് രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. തൂഫാൻ തൂക്കി അടിപൊളി. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? അത് തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും ഓടുന്നവർക്ക് മാത്രം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ദൈവം, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും. അതെല്ലാം എനിക്ക് ദൈവം സാധിച്ചു തരുന്നുണ്ട്. ഒപ്പം ഇതും ഇനിയും അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നാളായാലേ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. കുറച്ച് ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ സർ. ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് എത്താൻ ആരെ ഹെൽപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് തന്നെ വരണം. അപ്പൊ കുറച്ച് വൈകിയാണെങ്കിലും എത്തും. അല്ല, എത്തി.